ഇനി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ആ സമയം ഈ ഓണക്കാലത്ത് കൈ നിറയെ സമ്മാനങ്ങളുമായാണ് അമൃത TV പ്രേക്ഷകരിലേക്ക് എത്തിയത്. നല്ലോണം അമൃത TV നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം. ചതയ ദിനമായ ഇന്ന് വരെയായിരുന്നു ഒട്ടേറെ സമ്മാനങ്ങളുമായി ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഓരോ ദിവസവും 1 ലക്ഷം രൂപയുടെ മെഗാ സമ്മാനമാണ് പ്രേക്ഷകർക്കായി ഒരുക്കിയിരുന്നത്. ഇന്നത്തെ വിജയികളെ ഉടൻ അറിയാം. അതിനു മുമ്പ് ഇന്നലെ മെഗാ സമ്മാനം നേടിയ വിജയുടെ വിശേഷങ്ങൾ നമുക്ക് കാണേണ്ടതുണ്ട്. ഭാര്യയും മകളും പ്രോത്സാഹിച്ചപ്പോൾ കുഞ്ഞുമോൻ തോമസ് രണ്ടാമതൊന്ന് ചിന്തിച്ചില്ല. അമൃത TV കണ്ടു, നല്ലോണം അങ്ങ് കണ്ടു. അത് വെറുതെ ആയില്ല, 1 ലക്ഷം രൂപയാണ് കയ്യിലേക്ക് എത്തിയത്. കൊല്ലം അഞ്ചലിലെ ഒരു കർഷക കുടുംബമാണ് കുഞ്ഞുമോൻ തോമസിൻ്റേത്. നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം മത്സരത്തിൽ മെഗാ വിന്നറായ ആ കുടുംബത്തിന്റെ സന്തോഷ കാഴ്ചയിലേക്കാണ് ഇനി. നമസ്കാരം. അമൃത TVയിലെ നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം എന്ന മെഗാ സമ്മാന പദ്ധതി. ഈ സമ്മാന പദ്ധതിയിൽ കൊല്ലം ജില്ലയിൽ സമ്മാനത്തിന് അർഹനായിരിക്കുന്നത് അഞ്ചൽ സ്വദേശിയാണ്. അദ്ദേഹം കുഞ്ഞുമോൻ തോമസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിയണം, ഒപ്പം ഈ സമ്മാനം കൈമാറണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ദൗത്യം. വരൂ. നമസ്കാരം. ഞങ്ങളെ കാത്തിരിക്കുമായിരുന്നു അല്ലേ? ഞങ്ങൾ ഈ ഇന്നത്തെ ഓണം തിരക്കുകളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ആ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു പ്രയാസപ്പെട്ടു ആ ദിവസമാണ്. ഇതെന്ത് പറ്റി? കൈക്കെന്താ സംഭവിച്ചേ? ആക്സിഡന്റ് പറ്റിയത്. ഒരുപാട് ദിവസമായോ? 20 ദിവസമായി. അങ്ങനെ വീട്ടിൽ വിശ്രമ വേളയായിരുന്നു. ഓക്കെ. ഈ സമയത്താണ് ഓണപരിപാടികളും അമൃത TVയും കാണുന്നത് അല്ലേ? അല്ല, അതിനുമ്പ് TV കാണും. അമൃത TVയെ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്ഥിരമായി അതാ കാണുന്നത്. അതൊരു സൂപ്പർ സ്റ്റാറും കോമഡി മാസ്റ്ററും കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ സീരിയലുണ്ട്, ന്യൂസ് ചാനലുണ്ട്, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സമ്മാന പദ്ധതിയിൽ പങ്കെടുക്കണം എന്ന് വീട്ടുകാരാരെങ്കിലും പറഞ്ഞിട്ടാണോ അതോ സ്വയം തോന്നിയതായിരുന്നോ? ഈ TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിൽ തന്നെ പരസ്യം വന്നായിരുന്നു, നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം. അപ്പോൾ വിചാരിച്ചോ ലക്ഷങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വരുമെന്ന്? അത് കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ശ്രമിക്കുകയായിരുന്നു. അത്തം തൊട്ട് ശ്രമിച്ച് അവിട്ടത്തിനാണ് വിന്നറാകാൻ സാധിച്ചത്. ഈ ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എങ്ങനെയാ നിങ്ങൾ ഒരുമിച്ചിരുന്ന് തയ്യാറെടുത്ത ഉത്തരങ്ങളൊക്കെ പറഞ്ഞത്? ചോദ്യങ്ങൾ ഒരുമിച്ചിരുന്ന് ഉത്തരം പറഞ്ഞ ഒരുപാട് പേർ ഒരേ സമയം കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് അതിനകത്തുനിന്ന് മെഗാ വിന്നർ ആവുക എന്ന് പറയുന്നത് അതൊരു അസാധ്യമായ ഒരു നമ്മുടെ ഒരു ഭാഗ്യമാണ്. ആ ഭാഗ്യം അമൃത TV ഈ ഓണത്തിന് നിങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതെ, 20ാമത്തെ വർഷത്തെ സെലിബ്രേഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ റൺ ചെയ്യുന്നത് കണ്ടപ്പോഴേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പങ്കെടുക്കണം എന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേയ്സിലൊന്നും എല്ലാ ക്വസ്റ്റ്യൻസിനൊന്നും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എല്ലാം ചെയ്യാൻ തുടങ്ങി. എല്ലാ മണിക്കൂറും അങ്ങനെ അവിടെ നിന്ന് എണീക്കാണ്ടിരുന്ന് ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ എന്താണേലും ഭാഗ്യം തുണച്ചത് അവിട്ടത്തിൻ്റെ അന്നാണ്. ഫുള്ളി നമുക്ക് ചെയ്യാൻ പറ്റി. അതിൻ്റെ ആ ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടും കിട്ടി. നമുക്ക് 1 lakh ഇപ്പോൾ കിട്ടാണ്. അതിൻ്റെ സന്തോഷമുണ്ട്. എന്താ ചെയ്യുക? ഞാൻ ഇപ്പം ഓൺലൈൻ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ ഫാം ഡി കംപ്ലീറ്റ് ചെയ്തതാണ്. ഞാനിപ്പം ക്ലാസ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം അവധിയാണ്. അപ്പോൾ ഫുള്ളി TV കാണാൻ അല്ലെങ്കിലും ഞങ്ങൾ സ്ഥിരമായി കാണുന്ന പ്രോഗ്രാംസ് സൂപ്പർ സ്റ്റാറൊക്കെയാണ്. ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കോമഡി മാസ്റ്റേഴ്സ് കാണാറുണ്ട്. അത് പിന്നെ ചിരിക്കാനുള്ളതുകൊണ്ട് ഒരു റിലാക്സേഷൻ. ഇവരാണ് കോമഡി മാസ്റ്റേഴ്സിൻ്റെയൊക്കെ ഫാൻസ്. പിന്നെ ആനീസ് കിച്ചൺ കാണാറുണ്ട്, അത് ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ പപ്പ വാർത്ത കൂടുതലും കാണുന്നത്. എന്തൊക്കെയാ സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നു. ഇവരൊക്കെ ഒന്ന് വിളിച്ച് പരിചയപ്പെടുത്തി തന്നാൽ. എന്തൊക്കെയാ പേരെങ്ങനെയാ? ശ്രീധരൻ. എങ്ങനെയാ? സുനിൽ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? സണ്ണി വർഗീസ്. പ്രോഗ്രാമൊക്കെ കാണാറുണ്ട്, സൂപ്പർ സ്റ്റാറൊക്കെ കാണാറുണ്ട്, പിന്നെ ന്യൂസൊക്കെ കേൾക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ. വലിയ സന്തോഷം. നമ്മുടെ അഞ്ചൽദേശത്തിലേക്ക് ഒരു സമ്മാനം നിങ്ങൾ തന്നതിൽ വലിയ സന്തോഷമുണ്ട്. അമൃത TVക്കും എല്ലാവിധ ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കണ്ട, അദ്ദേഹത്തിന് ആ പൈസയും കൊടുക്കാം അല്ലേ? അപ്പം നിങ്ങൾ കുടുംബം ഒരുമിച്ച് നിന്ന് ഈ ഒരു സമ്മാനം വാങ്ങണം. സന്തോഷമായില്ലേ? സന്തോഷമായി. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ബിഗ് എമൗണ്ട് ഞങ്ങൾക്ക് ഈ ഓണത്തിന് കിട്ടുമെന്ന്. ശരിക്കും നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു എഫേർട്ട് എടുത്താൽ അതിന് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് പോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു, ഞങ്ങളും വിന്നറായി. അതുമാത്രമല്ല, പിന്നെ അമൃത TVയിലെ പ്രോഗ്രാംസിനൊരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി
ഈ 20 വർഷമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും ഓഡിയൻസ് ഉള്ളതും ഇത്രയും പേർക്ക് ഈ പ്രോഗ്രാംസൊക്കെ അവരിലേക്കൊക്കെ എത്തുന്നതും ഇത്രയും അക്സെപ്റ്റൻസ് ഉള്ളതും ഒക്കെ അതുകൊണ്ടാണ്. അപ്പോൾ എന്താണേലും ഇനിയും ഒത്തിരി വർഷം അമൃത TV ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ. അതെ, തീർച്ചയായിട്ടും നിങ്ങൾ പ്രേക്ഷകരാണ് ഞങ്ങളുടെ ശക്തി. നിങ്ങളെ പോലുള്ള നല്ല പ്രേക്ഷകർ ഇപ്പോഴും ആ പ്രോഗ്രാമുകളെ പ്രോത്സാഹിപ്പിക്കുന്നു, അത് കാണുന്നു, ആസ്വദിക്കുന്നു എന്നറിയുമ്പം തീർച്ചയായിട്ടും അമൃത കുടുംബത്തിൽ നിന്നുള്ള ഞങ്ങൾക്കും ആ സന്തോഷമുണ്ട്. അതെ, അതാണ്. ഇനിയും ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴൊക്കെ ഞങ്ങൾ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണം വിഷ് ചെയ്യുന്നു. ലക്ഷങ്ങൾ കിട്ടിയപ്പോൾ ഇവർക്ക് അതിന്റെ ഭയങ്കര സന്തോഷമാണ് ഇവരുടെ മുഖത്തും അവരുടെ വാക്കുകളിലും ഒക്കെ ഉള്ളത്. അപ്പൊ ഈ സന്തോഷം ഇനി എങ്ങനെ അവർ പ്രകടിപ്പിക്കുമെന്ന് നമ്മൾ ചോദിച്ചപ്പം അവർക്ക് കൂട്ടത്തിൽ ഒരാൾ പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. നന്നായിരുന്നു, സന്തോഷം. കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്നൊരു പാട്ട്, ഈ ഓണപ്പാട്ട് തന്നെ നമുക്ക് വേണ്ടി പാടി. ആ വാക്കുകളിൽ അല്ലെങ്കിൽ ആ വാക്കുകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ മനസ്സാകെ നിറഞ്ഞ ഒരു സന്തോഷമാണ്. ആ സന്തോഷമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അമൃത TVക്ക് ഈ ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു സമ്മാനം, ഒരു മെഗാ വിന്നർ ആക്കി ഈ സമ്മാനം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ അമൃത TVക്ക് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് അറിയിക്കുകയാണ്.